ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫോണിൽ നമ്മൾ ഗെയിം ലൈവ് ഇടുമ്പോൾ അത് നമുക്ക് ആ ലൈവിൽ നമുക്ക് മെസ്സേജും കമൻസ് കാണാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവരിടുന്ന കമൻസ് നമുക്ക് അതിൽ കാണാൻ പറ്റത്തില്ല. അപ്പോഴും നമ്മൾ കമൻസിന് പലരും നിങ്ങൾ റിപ്ലൈ കൊടുത്തിരിക്കുന്ന കാണാറുണ്ട്. അപ്പം മിക്കവർക്കും അതൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് നമ്മൾ അവർക്ക് നമ്മളുടെ അതേ ഐഡിയിൽ നിന്ന് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഒത്തിരി ലോങ് ആക്കുന്നില്ല വീഡിയോ, ചുരുക്കി ഞാൻ പറയാം. ഇതിപ്പോൾ എൻ്റെ ഒരു ഫോണിലാണിത് വർക്ക് ചെയ്യുന്നത്, പക്ഷേ എൻ്റെ ലൈവ് നടക്കുന്ന ഫോണെന്ന് പറയുന്നത് വേറെയാണ്. ഓക്കെ, അപ്പം എൻ്റെ ഗെയിം വേറെ ഫോണിൽ ഓപ്പണാണ് കണ്ടോ. എന്നിട്ട് വേറെ ഫോണിൽ നിന്നാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫോണിൽ എൻ്റെ മെയിൽ ഐ ഡി എല്ലാം കൊടുത്തിട്ട് ഈ അവന്തി വ്ളോഗ്സ് എന്ന് പറയുന്നത് ചാനൽ ഈ ഫോണിൽ ഓപ്പൺ ആക്കിയിട്ടിരിക്കുക. അപ്പോഴും ഇതിനകത്ത് എനിക്ക് കണ്ടോ എൻ്റെ ലൈവ് കാണാൻ പറ്റും. ചിലപ്പോഴും കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളിത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വരും. ചിലപ്പോൾ താമസമാണെങ്കിലും നമുക്കത് കാണാൻ പറ്റും. എന്നിട്ട് ആ ലൈവ് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കണ്ടോ, ഞാൻ എന്താണ്ട് ലൈവ് ചാറ്റ് നോക്കുമ്പോൾ കണ്ടോ എനിക്ക് ഇത്രയും മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ പ്ലീസ് സബ്സ്ക്രൈബ്, നമ്മൾ കൂടുതലും ഗെയിമിനകത്ത് റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഗെയിം ലൈവ് എന്ന് പറയുമ്പോൾ എല്ലാവരും വന്ന് സബ് ചെയ്തിട്ട് പോകും. നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കൊടുക്കണമെന്നുള്ളവർക്കാണ്. ഈ സ്ക്രീൻ കാസ്റ്റ് ആയാലും ഈ രീതി തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഓക്കെ, സ്ക്രീൻ കാസ്റ്റ് ഇട്ടാലും റിപ്ലൈ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് പ്ലീസ് സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ട് അത് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാൻ അറിയാമല്ലോ. അങ്ങനെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടോ ഈ കാണുന്നത്. എന്നിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടാലും നമ്മളങ്ങ് റിപ്ലൈ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ ഇതിനകത്താണ് വേണ്ടേ ഹായ് കണ്ടോ ഞാൻ കൊടുക്കുന്നുണ്ടോ, ഹായ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടോ. ഓക്കെ, അത് കണക്ക് ലൈക്കും ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗെയിം ലൈവ് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ.